നാഗമണി. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. ഇതൾ. അവി ആലമരത്തിൻ്റെ തണലിലിരുന്ന് അവളെ വിളിച്ചു. നിനക്ക് സമ്മതമാണോ? അവി ചോദിച്ചു. ഔദാര്യം എനിക്ക് വേണ്ട. ഇതൾ മൂത്തടിച്ചതുപോലെ മറുപടി പറഞ്ഞു. അവളുടെ വാക്കുകളിൽ നിറഞ്ഞിരുന്ന ദേഷ്യവും വേദനയും അവി ഒരു നിമിഷം നിശബ്ദയാക്കി. എന്ത് പറയണമെന്നറിയാതെ അവൾ അവളെ നോക്കിയിരുന്നു. എന്നാൽ ഇതൾ അവളുടെ കണ്ണുകളിലേക്ക് പോലും നോക്കാതെ മോൻ തിരിച്ചു. ഇന്നേവരെ ആരും എനിക്ക് സഹായം ചെയ്തിട്ടില്ല. ചെയ്യാൻ മുന്നോട്ട് വന്നവരൊക്കെയും എൻ്റെ ശരീരത്തെ മാത്രമാണ് നോക്കിയത്. ഇതൾ പറഞ്ഞു നിർത്തി. അവളുടെ ശബ്ദത്തിൽ വർഷങ്ങളായി ഉള്ളിൽ അടിഞ്ഞുകൂടിയ വേദനയുടെ പാരമുണ്ടായിരുന്നു. ഇതൾ. അവി അവളെ ശാന്തമായി വിളിച്ചു. പ്രണവേട്ടൻ അങ്ങനെ ഒരാളല്ല. നിന്നെ കണ്ടു തോന്നിയ സഹതാപം കൊണ്ടാണ് സഹായിക്കാൻ തയ്യാറായത്. പിന്നെ ഞാൻ പറഞ്ഞതോടുകൂടിയാണ്. അവി പറഞ്ഞു നിർത്തി. പക്ഷെ ഇതളിൻ്റെ മുഖത്തെ അവിശ്വാസം മാറിയില്ല. ജീവിതം അവളെ പലതവണ വഞ്ചിച്ചിരുന്നതിനാൽ ആരുടെ നല്ല മനസ്സ് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അടുത്ത ദിവസം ആൽമരത്തിൻ്റെ തണലിൽ ശാന്തമായിരിക്കുകയായിരുന്ന ഇതളിനെ പ്രണവ് കണ്ടു. എടോ എന്ന് വിളിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. പ്രണവിൻ്റെ ശബ്ദം കേട്ടതും ഇതൾ ഞെട്ടി ചാടി എഴുന്നേറ്റു. പ്രണവേട്ടൻ. അവളുടെ കണ്ണുകളിൽ അത്ഭുതവും സന്തോഷവും ഒരുപോലെ നിറഞ്ഞു. പ്രണവ് അവളെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? പ്രണവ് ചോദിച്ചു. ഇതൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ഒന്നുമില്ല, കുറച്ച് കാറ്റുവെള്ളം വന്നതാ, ഇതൾ പതിയെ പറഞ്ഞു. പക്ഷെ അവളുടെ മുഖത്ത് എന്തോ വിഷമമുള്ളതായി പ്രണവിന് തോന്നി. അതെ പ്രണവേട്ടാ, അഭിമോൾ എന്നെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ഞാൻ വരാത്തതുകൊണ്ട് വിഷമമായോ? ഇതൾ മടിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് ഇല്ലടോ, പ്രണവ് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. ആരായാലും അങ്ങനെ ഒരു സാഹചര്യം കണ്ടാൽ സംശയിക്കും. അതിൽ നിന്റെ തെറ്റൊന്നുമില്ല. ഞാൻ നിന്നെ ഒരിക്കലും തെറ്റായിട്ട് കണ്ടിട്ടില്ല. ഇതൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവൾ പതിയെ ചോദിച്ചു. എന്തോ നീ തനിച്ചാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സഹതാപം തോന്നി, അത്രയേ ഉള്ളൂ. പ്രണവ് ശാന്തമായി മറുപടി നൽകി. ആ വാക്കുകൾ കേട്ടപ്പോൾ ഇതളിൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ വേദന പടർന്നു. അവൾ പ്രതീക്ഷിച്ചത് മറ്റെന്തോ ആയിരുന്നു. പക്ഷെ പ്രണവിൻ്റെ വാക്കുകളിൽ സഹതാപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നിമിഷം മൗനം അവർക്കിടയിൽ നിറഞ്ഞു. ശരി പ്രണവേട്ട എന്ന് പറഞ്ഞ് അവളൊരു നിർബന്ധിച്ച പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ കണ്ണുകളിലെ നിരാശ പ്രണവിൽ നിന്ന് മറഞ്ഞില്ല. എടോ, പ്രണവ് വീണ്ടും വിളിച്ചു. നടക്കാൻ തുടങ്ങിയ ഇതൾ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. പ്രണവ് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ ചോദിച്ചു. ആ വീട്ടിൽ, അതും ആ പാഴ് വീട്ടിൽ തനിച്ച് താമസിക്കാൻ നിനക്ക് പേടിയില്ലേ? ഇതൾ നെറ്റി ചോദിച്ചു. എന്തിനു പേടിക്കണം? അല്ല, ആ വീട് കാലപ്പഴക്കം ചെന്നതല്ലേ. ഗ്രാമത്തിലുള്ളവർ പലതും പറയാറുണ്ട്. നാഗമണിയുടെ ആത്മാവ് അവിടെ അലഞ്ഞു നടക്കുന്ന സ്ഥലമാണെന്നൊക്കെ. പ്രണവ് മടിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൾ ചെറുതായി പുഞ്ചിരിച്ചു. പ്രണവേട്ട, ജീവനുള്ള മനുഷ്യരെ പേടിക്കാനാണ് എനിക്ക് കൂടുതൽ കാരണം, മരിച്ചവരെയല്ല. ആ മറുപടി കേട്ട് പ്രണവ് അവൾ അല്പനേരം നോക്കിയിരുന്നു. എന്നാലും രാത്രിയിൽ ഒറ്റയ്ക്ക്. ഞാനവിടെ ഒരുപാട് രാത്രികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല, ഇതൾ ശാന്തമായി പറഞ്ഞു. അവളുടെ വാക്കുകളിൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ പ്രണവിൻ്റെ മനസ്സിൽ എന്തുകൊണ്ടോ ഒരു അസ്വസ്ഥത ബാക്കിയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും നിനക്ക് കൊട്ടാരത്തിലേക്ക് വരാം, പ്രണവ് ചെറു ചിരിയോടെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ ഇതളിൻ്റെ കണ്ണുകളിൽ ഒരു നിമിഷം തിളക്കം നിറഞ്ഞു. അവൾ പ്രണവിനെ നോക്കി ചെറു ചിരിയോടെ തലയാട്ടി. വരും പ്രണവേട്ട, പക്ഷെ ഇപ്പോഴല്ല. അതെന്താ? പ്രണവ് കൗതുകത്തോട് ചോദിച്ചു. അറിയില്ല, ആ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. പ്രണവ് നെറ്റി ചോദിച്ചു. ആ വീട്ടിനോട് അത്ര ഇഷ്ടമാണോ? ഇതൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. വീടിനോടല്ല, എൻ്റെ ഓർമ്മകളോടാണ്, അവൾ പതിയെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ പ്രണവിൻ്റെ മുഖത്തെ പുഞ്ചിരി മങ്ങി. അവളുടെ ജീവിതത്തിൽ എത്രത്തോളം ഏകാന്തതയും വേദനയും നിറഞ്ഞിട്ടുണ്ടെന്ന് അവന് വീണ്ടും മനസ്സിലായി. എന്തായാലും നിനക്ക് എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടതായി തോന്നിയാൽ കൊട്ടാരത്തിൻ്റെ വാതിൽ നിനക്കായി തുറന്നിരിക്കും, പ്രണവ് പറഞ്ഞു. ഇതൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. നന്ദി പ്രണവേട്ട. പക്ഷെ അവളുടെ മനസ്സിൽ അപ്പോൾ മുഴങ്ങിയത് മറ്റൊരു വാക്കായിരുന്നു. കൊട്ടാരത്തിൻ്റെ വാതിൽ തുറന്നിരിക്കും, പക്ഷെ പ്രണവേട്ടൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ എനിക്കായി തുറക്കുമോ? അതേസമയം റീന ഫോണെടുത്ത് പാറുവിനെ വിളിച്ചു. എന്തായി? എന്തെങ്കിലും വിവരം അറിഞ്ഞു? ലിനോയ്ക്ക് ഇപ്പോൾ സുഖമല്ലേ? റീന ആകാംക്ഷയോട് ചോദിച്ചു. ആടാ, ഇവിടെ എന്താകാനാ, എല്ലാം പഴയതുപോലെ തന്നെ. പാറു ഒരു നെടുവീർപ്പോടെ മറുപടി നൽകി.
റീന കുറച്ചുനേരം മിണ്ടാതെ നിന്നു. നശിച്ച രാത്രി വരാതിരുന്നെങ്കിൽ നമുക്ക് നാഗമണിയുടെ യഥാർത്ഥ ജീവിതം അറിയാമായിരുന്നല്ലേ, അവൾ നിരാശയോടെ പറഞ്ഞു. പാറുവിന്റെ മനസ്സിലും ആ രാത്രി മിന്നി മറഞ്ഞു. ആ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ പതിയെ പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നാഗമണിയുടെ മരണത്തിന്റെ പിന്നിൽ എന്തൊക്കെയോ മറിഞ്ഞിരിക്കുന്നു. ആരും പറയാത്ത എന്തോ ഒരു സത്യം. റീനയുടെ ശബ്ദത്തിൽ ഉറപ്പ് നിറഞ്ഞിരുന്നു. പാറു ഒരു നിമിഷം മൗനമായി. അപ്പോൾ ഫോൺ ലൈനിൽ കുറച്ച് നിമിഷങ്ങൾ മൗനം നിറഞ്ഞു. കാരണം ഇരുവരുടെ മനസ്സിൽ ഒരേ സംശയമായിരുന്നു. എന്തായാലും അത് വിടാം റീന, കഴിഞ്ഞുപോയ കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കിയിട്ട് ഇനി എന്ത് കിട്ടാനാ, പാറു പറഞ്ഞു. പക്ഷെ റീനയുടെ മനസ്സ് അതൊന്നും അംഗീകരിച്ചില്ല. എടാ, നമുക്കൊന്നുകൂടെ പോയാലോ, നാഗമണിയുടെ ജീവിതത്തെക്കുറിച്ച് വീണ്ടും അന്വേഷിക്കാം, റീന പെട്ടെന്ന് പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും പാറു ഞെട്ടി. നീ എന്തായി പറയുന്നത്? ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത് റീന. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ അന്വേഷിച്ചിട്ട് എന്ത് കിട്ടാനാ? റീന ഒരു നിമിഷം മിണ്ടാതെ നിന്നു. സത്യം. ആ ഒറ്റ വാക്ക് പാറുവിനെ നിശബ്ദയാക്കി. എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്, നാഗമണിയുടെ കഥ ആരും അറിഞ്ഞിട്ടില്ല. നമ്മൾ കേട്ടതൊക്കെ വെറും കിംവദന്തികൾ മാത്രമാണ്. അവൾ ആരായിരുന്നു? എന്തിനാണ് അങ്ങനെ സംഭവിച്ചത്? അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടന്നത്? ഇതൊന്നും ആർക്കും ശരിക്കും അറിയില്ല. പാറു അസ്വസ്ഥതയോടെ ചുറ്റും നോക്കി. റീന, ചില സത്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, ചില സത്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്, റീന ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഫോണിന്റെ മറുവശത്ത് വീണ്ടും മൗനം പടർന്നു. ഒടുവിൽ പാറു പതിയെ ചോദിച്ചു, അപ്പോൾ എവിടെ നിന്നാ തുടങ്ങുന്നത്? റീനയുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. എല്ലാം തുടങ്ങിയ ആ സ്ഥലത്ത് നിന്ന്. നമ്മുടെ വീട്ടുകാർ അറിയാതെ എങ്ങനെ പോവും? പാറു പേടിയോടെ ചോദിച്ചു. റീന കുറച്ചുനേരം ആലോചിച്ചു. നോക്കാം, അവൾ ശാന്തമായി പറഞ്ഞു. റീന, എനിക്കിതൊന്നും ശരിയാണെന്ന് തോന്നുന്നില്ല. പഴയ കാര്യങ്ങൾ വീണ്ടും അന്വേഷിക്കാൻ പോയിട്ട് പ്രശ്നമാകുമോ? പ്രശ്നം ഉണ്ടായില്ലെങ്കിലും എൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം പാറു. അതുവരെ എനിക്ക് സമാധാനം കിട്ടില്ല. പാറു ഒന്നും പറയാനാതെ നിന്നു. റീന ഒരു ദീർഘനിശ്വാസം വിട്ടു. ശരി, ഇപ്പോൾ വെക്കട്ടെ, പിന്നെ സംസാരിക്കാം, അത് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. ഫോൺ സ്ക്രീനിലേക്ക് നോക്കി കുറച്ചു നേരം പാറു നിശ്ചലായിരുന്നു. റീനയെ അവൾക്ക് നന്നായി അറിയാം. ഒരു കാര്യം മനസ്സിൽ കയറിയാൽ അതിൻ്റെ അവസാനം കണ്ടേ അവൾ അടങ്ങും. ആ പാഴ് വീട്ടിനുള്ളിൽ ചെറിയൊരു ലാമ്പിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഇതൾ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. പുറത്ത് കാറ്റ് വീശുമ്പോൾ പഴയ ജനാലകൾ പതിയെ ശബ്ദമുണ്ടാക്കി. ഇതൾ തന്റെ കയ്യിലിരുന്ന കടലാസിലേക്ക് കണ്ണുകൾ പതിപ്പിച്ചു. അവളുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിക്കുന്ന പോലെ ചലിച്ചു. റീനി, നിന്നോട് ഞാൻ അലിയുവാൻ വർഷങ്ങൾ കാത്തു നിൽക്കണോ? അവളുടെ ശബ്ദത്തിൽ പ്രണയവും വേദനയും ഒരുപോലെ നിറഞ്ഞിരുന്നു. ഓരോ ദിവസവും നിന്നെ കാണുമ്പോൾ എൻ്റെ ഹൃദയം നിന്നിലേക്ക് കൂടുതൽ അടുക്കുന്നു. പക്ഷെ എൻ്റെ മനസ്സിലെ ഈ സ്നേഹം നിന്നോട് പറയാൻ എനിക്കിപ്പോഴും ധൈര്യമില്ല. അവൾ കണ്ണുകളടച്ചു. നീ എന്നെ ഒരു സുഹൃത്തായിട്ടോ ഒരു സഹതാപമായിട്ടോ മാത്രം കാണുന്നുണ്ടാകാം. പക്ഷെ എൻ്റെ ലോകം മുഴുവൻ നീയാണെന്ന് ഞാൻ എങ്ങനെ പറയാം? ഒരു തുള്ളി കണ്ണുനീർ ആ കടലാസിലേക്ക് വീണു. അപ്പോൾ പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് മുറിക്കുള്ളിലൂടെ കടന്നുപോയി. ലാമ്പിന്റെ ജ്വാല ഒന്ന് വിറച്ചു. ഇതൾ ഞെട്ടി തല ഉയർത്തി നോക്കി. ആരോ തൻ്റെ പിന്നിൽ നിൽക്കുന്നു എന്ന തോന്നൽ. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും മുറിയുടെ ഒരു മൂലയിൽ കിടന്നിരുന്ന പഴയ കണ്ണാടിയിൽ ഒരു നിഴൽ മിന്നി പറഞ്ഞതുപോലെ അവൾക്ക് തോന്നി. ആ രാവും മാഞ്ഞു. കിഴക്കേ ആകാശത്ത് സൂര്യൻ പൊൻകിരണങ്ങൾ വിതറി. പുതിയൊരു പകലിന് തുടക്കമായി. പൂക്കൾ നിറച്ച കൂടയുമായി ഇതൾ പതിവുപോലെ ശാസ്ത്രമംഗല കൊട്ടാരത്തിന്റെ മുന്നിലെത്തി. പൂ വേണോ? നല്ല മുല്ലപ്പൂ, അവൾ മധുരമായ ശബ്ദത്തിൽ വിളിച്ചു. അകത്തു നിന്നിരുന്ന അവി ആ ശബ്ദം കേട്ടത് സന്തോഷത്തോടെ ഓടിയെത്തി. ഇതളച്ചി വന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ പൂക്കൂടയിൽ നിന്ന് മുല്ലപ്പൂ വാങ്ങി. അപ്പോഴാണ് മുകളിലെ മുറിയിലെ ജനാലക്കരിയിൽ നിന്നിരുന്ന പ്രണവിന്റെ കാതുകളിൽ ആ ശബ്ദം എത്തിയത്. അറിയാതെ തന്നെ അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. മുറ്റത്ത് നിൽക്കുന്ന ഇതളിനെ കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. രാവിലെ സൂര്യപ്രകാശത്തിൽ അവളുടെ മുഖം കൂടുതൽ തെളിഞ്ഞു കാണപ്പെട്ടു. അവയോട് സംസാരിച്ചുകൊണ്ട് ചിരിക്കുന്ന ഇതളിനെ നോക്കിയപ്പോൾ എന്തുകൊണ്ട് പ്രണവിന്റെ മനസ്സ് ശാന്തമായി. അതേസമയം ഇതളിനാരോ തന്നെ നോക്കുന്നുവെന്ന തോന്നലുണ്ടായി. അവൾ പതിയെ തലയുയർത്തി ജനാലയിലേക്ക് നോക്കി. അവരുടെ കണ്ണുകൾ ഒരു നിമിഷം തമ്മിലുടക്കി. പ്രണവിന്റെ പുഞ്ചിരി കൂടുതൽ തെളിഞ്ഞു. ഇതളിന്റെ ഹൃദയം ഒന്ന് വിടഞ്ഞു. അറിയാതെ തന്നെ അവളുടെ ചുണ്ടുകളിലും ഒരു നാണം കലർന്ന പുഞ്ചിരി വിരിഞ്ഞു. ആ നിമിഷം ഇരുവരും ഒന്നും പറഞ്ഞില്ല.
പക്ഷെ പറയാതെ പോയ ചില വികാരങ്ങൾ അവരുടെ കണ്ണുകൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ശരി അബി, നാളെ കാണാം, ഇതൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ശരി തിളച്ചി, നാളെ പറഞ്ഞേ. അബി സന്തോഷത്തോടെ കൈവീശി. ഇതൾ തലയാട്ടി തിരിഞ്ഞു നടന്നു. പക്ഷെ കുറച്ചു ദൂരം നടന്ന ശേഷം അവൾ അറിയാതെ ഒന്ന് തിരിഞ്ഞു നോക്കി. ജനാലക്കരികിൽ അപ്പോഴും പ്രണവ് നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ വീണ്ടും തമ്മിൽ കോർത്തു. ഇത്തവണ ആദ്യം നോട്ടം മാറ്റിയത് പ്രണവായിരുന്നു. അത് കണ്ടപ്പോൾ ഇതളിന്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. അവൾ വീണ്ടും നടന്നു തുടങ്ങി. പൂക്കൂടയിലെ മുല്ലപ്പൂവിന്റെ സുഗന്ധം കാറ്റിലൊഴുകി. പ്രണവ് ജനാലയിലൂടെ അവൾ പോകുന്നതും നോക്കിയിരുന്നു. എന്താ പ്രണവേട്ട, എന്താണ് ഇത്ര നോക്കുന്നത്? പിന്നിൽ നിന്ന് അവയുടെ കളിയാക്കൽ നിറഞ്ഞ ശബ്ദം കേട്ടു. പ്രണവ് പെട്ടെന്ന് തിരിഞ്ഞു. ഒന്നുമില്ല. ഓ, ഒന്നുമില്ലേ? കുസൃതിയോടെ അവി ചിരിച്ചു. പ്രണവ് അവളെ ഒന്ന് തുറച്ചു നോക്കി. പക്ഷെ അവന്റെ മനസ്സിൽ അപ്പോഴും നിറഞ്ഞു നിന്നത് നടന്നകലുന്ന ഇതളിന്റെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു. അതേസമയം കൊട്ടാരത്തിന്റെ ഗേറ്റിന് പുറത്തേക്ക് നടന്നു പോകുന്ന ഇതളിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയായിരുന്നു. ഒരു ദിവസം ആ കണ്ണുകൾ എന്നെ തേടി മാത്രം പുഞ്ചിരിക്കുമോ? രാത്രിയുടെ നിശബ്ദതയിൽ ശ്മശാനം മുങ്ങിക്കടന്നു. തണുത്ത കാറ്റ് മരച്ചില്ലകളെ തഴുകി കടന്നുപോയി. ഒരു കല്ലർക്കരികിൽ കണ്ണുകളിൽ തേങ്ങലുമായി നാഗമണി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ആ വഴിയിലൂടെ കർദനാൽ വന്നത്. നാഗമണിയെ കണ്ടതും അദ്ദേഹം നിന്നു. നീ ഇതുവരെ പോയില്ലേ? കർദനാൽ ശാന്തമായി ചോദിച്ചു. നാഗമണി പതിയെ അദ്ദേഹത്തിന്റെ നേർക്ക് തിരിഞ്ഞു. അവളുടെ കണ്ണുകളിൽ വേദന നിറഞ്ഞിരുന്നു. എങ്ങനെ പോവും കർദനാലി? എന്റെ കർത്തവ്യം നിറവേറാതെ ഞാൻ എങ്ങനെ പോവും? നാഗമണി ചോദിച്ചു. കർദനാൽ ഒരു നിമിഷം അവളെ നോക്കിയിരുന്നു. നിന്റെ സമയം കഴിഞ്ഞ നാഗമണി. ഈ ലോകത്തോടുള്ള ബന്ധങ്ങൾ വിട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നാഗമണി തല ഉലുക്കി. ഇല്ല, എനിക്കിനിയും പോകാൻ കഴിയില്ല. എന്തിനാണ്? അവളുടെ മുഖത്ത് ദുഃഖം നിറഞ്ഞു. ഞാൻ കാത്തിരിക്കുകയാണ്. ആരെ? നാഗമണി ദൂരെ അങ്ങോട്ട് നോക്കി. സത്യത്തെ. കർദനാലിന്റെ മുഖം ഗൗരവമായി. സത്യം ഒരു നാൾ പുറത്തു വരും. അതിനുവേണ്ടി നിന്റെ ആത്മാവ് ബന്ധിക്കപ്പെട്ട് കിടക്കേണ്ടതില്ല. നാഗമണിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ കഥ ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ അനുഭവിച്ച വേദന ആരും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പോയാൽ അതെല്ലാം എന്നോടൊപ്പം മണ്ണടിഞ്ഞു പോവും. ശ്മശാനത്തിൽ വീണ്ടും മൗനം പടർന്നു. അല്പസമയം കഴിഞ്ഞ് കർദനാൽ പതിയെ പറഞ്ഞു. ചിലപ്പോൾ ദൈവം സത്യത്തെ പുറത്തു കൊണ്ടുവരാൻ മറ്റൊരാളെ നിയോഗിക്കും. അതിനായി നീ നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തരുത്. ആ വാക്കുകൾ കേട്ടപ്പോൾ നാഗമണിയുടെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷയുടെ നേരിയ പ്രകാശം തെളിഞ്ഞു. എന്നാൽ അവളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ചോദ്യം ബാക്കിയായിരുന്നു. എന്റെ കഥ കേൾക്കാൻ വിധിക്കപ്പെട്ട ആ മനുഷ്യൻ ആരാണ്? അകലെ രാത്രിയുടെ ഇരുട്ടിൽ ഒരു മൂങ്ങ കരഞ്ഞു. ആ ശബ്ദം ശ്മശാനത്തിന്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ടുപോയി. അതേസമയം പാറും ലിനോയും റീനയും എല്ലാവരുടെയും കണ്ണും വെട്ടിച്ച് കാട്ടിന്റെ നടുവിലൂടെ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചിന്റെ വെളിച്ചം മാത്രം വഴികാട്ടി. റീന, നമുക്ക് തിരിച്ചു പോയാലോ? പാറു പേടിയോടെ ചോദിച്ചു. ഇത്രയും ദൂരം വന്നിട്ട് ഇനി മടങ്ങാൻ പറ്റില്ല, ഉറച്ച ശബ്ദത്തിൽ റീന പറഞ്ഞു. ലിനോ ചുറ്റും നോക്കി. ഈ കാട് രാത്രിയിൽ ഇങ്ങനെ ഭയപ്പെടുത്തുന്നതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവർ മുന്നോട്ട് നടക്കുമ്പോൾ അകലെ ഒരു ശ്മശാനത്തിന്റെ നിശബ്ദത രാത്രിയെ കൂടുതൽ ഗാഢമാക്കി. അതേസമയം ശ്മശാനത്തിൽ കർദനാൽ ദൂരെ അങ്ങോട്ടോ നോക്കിയിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഒരു ചെറുപ്പുഞ്ചിരി എരിഞ്ഞു. നാഗമണി അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി. എന്താണ് കർദനാലി? കർദനാൽ കണ്ണുകൾ പതിയെ അടച്ചു. അല്പനേരം മൗനമായി നിന്ന ശേഷം അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു. നിന്റെ കഥ കേൾക്കാൻ മൂമൂർത്തികൾ വരുന്നുണ്ട്. നാഗമണിയുടെ കണ്ണുകൾ വിടർന്നു. മൂമൂർത്തികളോ? അതെ, കർദനാൽ ശാന്തമായി പറഞ്ഞു. വർഷങ്ങളായി മറിഞ്ഞെടുക്കുന്ന നിന്റെ കഥയുടെ വാതിൽ തുറക്കാൻ വിധിക്കപ്പെട്ട 3 ആൺമക്കൾ. നാഗമണി അറിയാതെ കാട്ടിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ പ്രതീക്ഷയും ഭയവും ഒരുപോലെ നിറഞ്ഞു. അവർ സത്യം കണ്ടെത്തുമോ? കർദനാൽ ആകാശത്തേക്ക് നോക്കി. സത്യം സ്വയം കണ്ടെത്തപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ തടയാൻ ആർക്കും കഴിയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ രാത്രി കാറ്റിലലിഞ്ഞു. അകലെയുടെ കാട്ടിന്റെ ഇരുളിലൂടെ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്ന റീനയും പാറുവും ലീനയും അറിയാതെ തന്നെ നാഗമണിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ രഹസ്യത്തിലേക്ക് അടുക്കുകയായിരുന്നു. തുടരും.